ഇടതു സർക്കാരിന് ജനങ്ങളോടുള്ള മമത വെറും വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. അത് പലപ്പോഴും പല അവസരങ്ങളിലും ജനങ്ങൾക്ക് മനസ്സിലായതുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മൂന്നാം തവണയും ഏത് ഭരണം എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് ഒരു സംശയവുമില്ലാതെ ഇടതു സർക്കാരിന്റെ പേര് പറയാൻ കഴിയുന്നതും. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ശിവൻകുട്ടി മിനിസ്റ്റർ സെക്യൂരിറ്റി ജീവനക്കാർക്ക് വേണ്ടി എടുത്ത നടപടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. സംസ്ഥാനത്തെ കടകളിലും മറ്റു വാണിജ്യ സ്ഥാപനങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്ക് തൊഴിലുടമകൾ ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇരിപ്പിടത്തിന് പുറമെ പ്രതികൂല കാലാവസ്ഥ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ കുട, കുടിവെള്ളം, മറ്റ് അടിസ്ഥാന സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കണമെന്നും തൊഴിൽ വകുപ്പ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾ തൊഴിലുടമകൾ പാലിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ദേശീയ സംസ്ഥാന പാതകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാർ പല അവസരങ്ങളിലും തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നതിനായി മണിക്കൂറുകളോളം വെയിലത്ത് നിന്ന് ജോലി ചെയ്യേണ്ടതായി കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇരിപ്പിടം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് തൊഴിൽ വകുപ്പ് സർക്കുലർ ഇറക്കിയത്. ദുഷ്കരമായ കാലാവസ്ഥയിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഡേ നൈറ്റ് റിഫ്ലക്റ്റീവ് കോട്ടുകൾ, തൊപ്പിക്കുടകൾ, കുടിവെള്ളം, സുരക്ഷാ കണ്ണടകൾ എന്നിവ തൊഴിലുടമകൾ നൽകണം. തൊഴിലുടമകൾക്ക് ഈ നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ ലേബർ ഓഫീസർമാർ ഉറപ്പുവരുത്തുകയും വേണം. ഇതിനായി ജില്ലാ ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സെക്യൂരിറ്റി മേഖല കേന്ദ്രീകരിച്ച് സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനകൾ നടത്തണമെന്നും വി ശിവൻകുട്ടി അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, മിനിമം വേതനം, ഓവർടൈം വേതനം, അർഹമായ ലീവുകൾ, തൊഴിൽപരമായ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൂടാതെ സ്ഥാപനം വേതന സുരക്ഷാ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാലും സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലും തൊഴിലുടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാവപ്പെട്ടവർക്കൊപ്പം പ്രവർത്തിക്കുന്നതാണ് സാമൂഹ്യ പ്രവർത്തനം, അല്ലാതെ കറങ്ങുന്ന കസേരയിൽ AC റൂമിൽ ഇരുന്ന് ശാപ്പാട് അടിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നിരുന്നത് തന്നെ പാവങ്ങൾക്ക് വേണ്ടിയാണ്. പാർട്ടി രൂപം കൊണ്ടതും ആളുകളുടെ ഇടയിൽ സ്വീകാര്യനായതുമെല്ലാം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതമറിയാൻ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തങ്ങളുടെ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതിയാകും. മുൻപ് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇത്തരത്തിൽ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പാർട്ടി എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ഭരണത്തിലിരുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാത്തതിനാൽ അത് പ്രതിപക്ഷത്തിന്റെ വെറും ആവശ്യമായി മാത്രം മാറുകയായിരുന്നു. പിന്നീട് ഭരണത്തിൽ വന്നപ്പോഴും ക്ഷേമ പെൻഷൻ അടക്കമുള്ള പല കാര്യങ്ങളിലും സർക്കാർ എടുത്ത തീരുമാനങ്ങൾ കണ്ടാൽ സർക്കാരിന്റെ അജണ്ട എന്താണെന്ന് ബോധമുള്ളവർക്ക് കത്തും.